ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു യാത്ര പോകാം. ഞാൻ ഇന്ന് പോകുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും എയർപോർട്ട് റോഡ്, അതായത് മാലൂര് വഴി മട്ടന്നൂർ പോകുന്ന വഴി, മാലൂർക്ക് പോകുന്ന വഴിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മാലൂർ എത്തുന്നതിനുള്ള ഇടയിലുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ യാത്രാമധ്യേ ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു തട്ടുകട. അത് അടിപൊളി അടിപൊളി തട്ടുകടയ്ക്ക് അപ്പുറത്തോട്ട് ആ ഒരു പ്രദേശത്തിന്റെ ഭംഗി വളരെ മനോഹരമാണ്. കാരണം അതിന്റെ നേരെ ഓപ്പോസിറ്റ് അടിപൊളി ഒരു പാടം, വയലുണ്ട്, നല്ല പച്ചപ്പാണ്, അടിപൊളി സ്കൈ വ്യൂ ഉണ്ട് നല്ല. ഏഹ് അതുപോലെ തന്നെ ആ തട്ടുകടയുടെ മുമ്പിൽ ചെറിയ ഒരു തോട് പോലെയുണ്ട്. അതിന്റെ നിർമ്മാണ രീതി തന്നെ വളരെ വ്യത്യസ്തമാണ്. ഒരു നല്ലൊരു വില്ലേജിലുള്ള ഒരു അടിപൊളി ഒരു തട്ടുകട. അതുപോലെ തന്നെ അതിന്റെ ബോർഡൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അട്രാക്റ്റീവ് ആണ്. ഞാൻ തമ്പനിയിൽ കാണിച്ച പോലെ തന്നെ ഒരു അമ്മൂമ്മേന്റെ പടം, കയറി വാ മക്കളെ എന്നുള്ള ഒരു നാടൻ ഭാഷയിലുള്ള എഴുത്ത്, കഴിച്ചിട്ട് പോകാം. അത് അമ്മമാരൊക്കെ അങ്ങനല്ലേ പറയാ, വാ മക്കളെ കഴിച്ചിട്ട് പോവാ, സ്നേഹത്തോടു കൂടിയുള്ള അതൊക്കെ നല്ലൊരു സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നി. അതുകൂടാണ്ട് തന്നെ ഒരു ചെറിയൊരു പാലം, നമ്മുടെ തെങ്ങിന്റെ തടി കൊണ്ട് നിർമ്മിച്ച പാലം, അതിന് ചെറിയ ബാമ്പു, അതായത് മുള കൊണ്ടുള്ള കൈപ്പിടിയൊക്കെ വെച്ചിട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല വള്ളി പടർപ്പുകൾ വെച്ചുള്ള ഗേറ്റ്, അതിന്റെ മേലെ അടിപൊളി എഴുത്ത്. എന്തായാലും ഞാൻ കടയിലേക്ക് കയറി ചെന്ന് ചേട്ടനോട് എനിക്കൊരു ചായ വേണമെന്ന് പറഞ്ഞു. മസാല കറി ഇതെന്നാ കോഴി പാർട്സാണ്. അടിപൊളി ചിക്കൻ റോസ്റ്റ്, മുട്ടക്കറി, മീൻ നല്ല നാടൻ മത്തിക്കറി. ഇനി വൈകുന്നേരം വേറെ സ്പെഷ്യൽ ബീഫ് ബാജിക്കറി. ബാജിക്കറി എന്നാ ഇനി ഏതാണ്? ബീഫും നാടൻ കപ്പ എല്ലാം ഉണ്ടല്ലോ. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അല്ലേ? അടിപൊളി. ഇവിടെ വേറെ പ്രത്യേകം ഉണ്ടല്ലോ, ചായക്കും കടിക്കാനും 10 രൂപ ഉള്ളൂ. എല്ലാവർക്കും 12 മേടിക്കാൻ നമ്മൾ 10 രൂപ മേടിക്കണം അല്ലേ? അടിപൊളി. കടയുടെ പേരെന്നാ? പുഴാരിയിലെ തട്ടുകട. പൊയാരിയിലെ. ഓക്കെ. ഗൈസ്, കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല, അതുപോലത്തെ മഴയാണ് കേട്ടോ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു മൂടെന്ന് വെച്ചാൽ അസാധ്യ വൈബ് കേട്ടോ, വല്ലാത്തൊരു ഫീല്. കാരണം അതുപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടാണ്ട് കാറ്റ്, എല്ലാം കൊണ്ട് ഭയങ്കര ഒരു ശബ്ദമാധുര്യത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരനുഗ്രഹീതരായിട്ട് എനിക്ക് തോന്നിപ്പോയി. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചവരെ, കാരണം നമ്മൾ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്കുള്ള ഏറ്റവും വലിയ ഫീലിംഗാണ് ഈ മഴയും നല്ല ക്ലൈമറ്റ്, എല്ലാ തരത്തിലുള്ള അന്തരീക്ഷങ്ങളും നമുക്ക് അനുഭവിക്കാനുള്ള ഒരു യോഗം ഉണ്ടായി. ഇപ്പോൾ കണ്ടോ ഗൈസ്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മുന്നിലുള്ള വയലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ചേട്ടൻ പണിയെടുക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടൻ അങ്ങ് ദൂരെ കാണാം കേട്ടോ. നല്ല നമ്മൾ മെയിൻ റോഡാണ്, ഹൈവേ ആണിത്. ഇതിനിപ്പോൾ 4 ലൈൻ ആവും ഭാവിയിൽ. അപ്പം ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ സാധനമാണിത് കേട്ടോ, പൊയ്യേരിയിലെ തട്ടുകട. കഴിക്കാൻ എന്താണെന്ന് ഗൈസ് ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പം അവർ പറഞ്ഞു പൊറോട്ട ഉണ്ടെന്ന്. അപ്പം മുട്ടക്കറി എനിക്ക് ഭയങ്കര, മുട്ട എന്ന് വൈഫ് എപ്പോഴും പറയും, മുട്ട ഉണ്ടെങ്കിൽ ഞാൻ ചോറൊക്കെ എനിക്ക് കറി ഇല്ലെങ്കിൽ എനിക്ക് മുട്ട ഓംപ്ലേറ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം മുട്ടക്കറിയാണ് ഞാൻ പറഞ്ഞത്. എല്ലാ സാധനവും ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി പൊറോട്ട കേട്ടോ, നല്ല ചൂട്, നല്ല ലെയർ പോലെ വരുന്ന പൊറോട്ടയും അടിപൊളി മസാല വെച്ചാൽ അസാധ്യം മസാല കേട്ടോ മുട്ടക്കറീൻ്റെ, കിടുക്കാച്ചി സാധനം. അപ്പോൾ അത് ഞാൻ കഴിച്ചു കേട്ടോ ഗൈസ്. അപ്പം ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ നേരത്തെ കാണിച്ച എല്ലാവിധ വിഭവങ്ങളും ഇവിടെ ഉണ്ട്. എന്താ ഭംഗിയല്ലേ ഗൈസ്. എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം തോന്നുന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാനിപ്പം ഭക്ഷണം എല്ലാം കഴിച്ചു, കണ്ടില്ലേ, പൊറോട്ടയും മുട്ടക്കറി എല്ലാം കഴിച്ചു കഴിഞ്ഞു. അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളൊരു ചെറിയ ചായ എടുത്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇങ്ങോട്ട് പോകുന്ന വഴിക്ക്, അതായത് നമ്മൾ യാത്ര ചെയ്യേണ്ട വഴിക്കാണ് ഞാൻ ഈ ബോർഡ് കണ്ടത്. ബാ മക്കളെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അമ്മമ്മേനെ വാടി വിളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കടയിലോട്ട് കയറി. അങ്ങനെ ഇപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. പൈസ എല്ലാം കൂടി സെറ്റിലാക്കിയിട്ടുണ്ട്. എന്തായാലും അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഇതിലെ പോകുന്നവർ തീർച്ചയായിട്ടും ഈ കടയിൽ കയറാൻ ശ്രദ്ധിക്കണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അതുവരേക്കും ടാറ്റ, ബൈ.